10ാം ക്ലാസ് വരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് മലയാളം മീഡിയം സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത്. ചിലതൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുമായിരുന്നു. അതുകൊണ്ട് മലയാളത്തിനപ്പുറത്തേക്ക് ഒരു ഭാഷയിൽ സിനിമ കാണുക, പാട്ട് കേൾക്കുക എന്ന് പറയുന്ന ശീലങ്ങൾ തന്നെ ഇല്ലായിരുന്നു. പക്ഷേ +2 ആയി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പാട്ടുകൾ കേട്ടു തുടങ്ങുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് മൈക്കിൾ ജാക്സൻ്റെ പേരൊക്കെ ഞാൻ ആ സമയത്താണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്നു, ജോലിക്ക് കയറുന്നു. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകൾ ഞാൻ കേട്ട് തുടങ്ങുന്നത്, നല്ല ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൗണ്ടിങ്, അതിൻ്റെ മ്യൂസിക് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമായിരുന്നു മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകൾ. അന്നും ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൾ ഐ വാണ്ട് സേ ഈസ് ദാറ്റ് ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ്. ഒരിക്കലെങ്കിലും ആ മനുഷ്യൻ്റെ പാട്ടുകൾ കേട്ടിട്ടുള്ള ഓരോ ആളുകൾക്ക്, എന്ന് വെച്ചാൽ എനിക്കിത് മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കിയൊന്നും ഇഷ്ടമല്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെയോ റെസൊനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടതാണ്. അതിനുശേഷം മൈക്കിൾ ജാക്സനെ കുറിച്ച് വന്ന കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ മരണാനന്തരം വന്നിട്ടുള്ള ഈ മനോരമയിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത്, വിവാദങ്ങൾ. അതിനുശേഷം നമ്മുടെ ബാബു രാമേന്ദ്രൻ്റെ വല്ലാത്തൊരു കഥയിൽ മൈക്കിൾ ജാക്സനെ കുറിച്ച് പറഞ്ഞു കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഞാൻ അറിയുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ട് അത്ഭുതപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു മൈക്കിൾ ഉണ്ടായിരുന്നു. ആ മൈക്കിളാണ് മൈക്കിൾ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. പക്ഷേ എന്നെ അവിടെ കാത്തിരുന്നത് മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഒട്ടും കുറച്ച് പറയല്ല കേട്ടോ, ടെക്നിക്കലി ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഗംഭീര പ്രകടനങ്ങളുണ്ട്, സ്റ്റേജ് ഈവൻസ് ഒക്കെ നല്ല പെടാന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോർ കഥ, അതായത് മൈക്കിൾ എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ചെല്ലുമ്പോൾ ഇതിന് ഇനിയും പാർട്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ജസ്റ്റ് മൈക്കിൾ എന്ന് പറയുന്നൊരു സിനിമ ഞാൻ തിയേറ്ററിൽ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ഇതിലും ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ ഏറ്റവും കൂടുതൽ നിന്ന് കറങ്ങുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്ന ഭാവേന, അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ ക്രൂശിക്കുന്നതെന്ന ഭാവേന, വളരെ കർക്കശക്കാരനായിരുന്ന ഒരു അച്ഛൻ, ഏറ്റവും ഇളയ കുഞ്ഞു മകനെയൊക്കെ ബെൽറ്റിനടിച്ച് പദം വരുത്തുന്ന ഒരു അച്ഛൻ, താൻ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ മക്കൾ കഷ്ടപ്പെടരുത്, അതിനുവേണ്ടി അവരെ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ ശിക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവനിലെ കലാകാരനെ അയാൾക്ക് മിനുസപ്പെടുത്തി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവൻ കൂടുതൽ പോപ്പുലർ ആവുന്നു. അങ്ങനെ അവൻ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങുന്ന സമയത്ത് അച്ഛൻ സമ്മതിക്കുന്നില്ല. അവന് പക്ഷേ ഒറ്റയ്ക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവനത് സാധിച്ചെടുക്കുന്നു. ഇത്രയും മൈക്കിൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടുള്ളൂ. പക്ഷേ മൈക്കിൾ ജാക്സൻ്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇതിലുമേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കളിക്കുടുക്ക വായിച്ചിരുന്ന, കാർട്ടൂണുകൾ കണ്ടിരുന്ന, കളിപ്പാട്ടങ്ങളുമായി ജീവിച്ചിരുന്ന, വളർത്തുമൃഗങ്ങളിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു പിഞ്ചു പൈതലിൻ്റെ കഥ എന്നുള്ള രീതിയിലൊക്കെ ആയിപ്പോയി മൈക്കിളിൻ്റെ സിനിമ എന്നെനിക്ക് ഫീൽ ചെയ്തു. ആ യാത്രയുടെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു വലിയ സാധനമല്ലേ. വലിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിലേക്കുള്ള അയാളുടെ യാത്രയുടെ അങ്ങോട്ട് കിട്ടിയില്ല എനിക്ക്. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ നെഞ്ച് നീറി ഇങ്ങനെ ഇരുന്ന് കണ്ണ് നിറഞ്ഞ് ഭയങ്കര മൊമെൻറ്റ്സൊക്കെ വരുന്ന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സാധനമൊക്കെ വരുന്ന, അങ്ങനത്തെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ആ ത്രില്ലറിൻ്റെ ഒരു പോർഷൻ കാണിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഫീൽ ചെയ്തത്. ബാക്കി ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സിനിമ അവസാനിക്കുന്നത് വളരെ അബ്രപ്റ്റായിട്ടാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ വിചാരിക്കുന്നത് ഒരു സിനിമ എന്നാണല്ലോ, പക്ഷേ ലയൺസ് ഗേറ്റ് ഇതിൻ്റെ ഫ്യൂച്ചർ പാർട്സ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിപ്പിക്കുന്നതും അവരങ്ങനെ തന്നെയാണത് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ ഇപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് ആ പരിപാടി അറിയില്ലായിരുന്നു. പെട്ടെന്ന് കർട്ടൻ ഇട്ടിട്ട് ബാ എല്ലാവരും പൊക്കോ എന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമായിപ്പോയി. പക്ഷേ അറിഞ്ഞു പുകഴ്ത്താനുള്ള, അതായത് ഇത്രയും കണ്ടാൽ പോരായിരുന്നു, ഇനിയും കാണണമായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ കണ്ടത്രയും മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയണം. പെർഫോമൻസുകൾ ഒരു രക്ഷയില്ല. മൈക്കിൾ ജാക്സൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച കുട്ടിയിൽ നിന്ന് മുതിർന്ന ഒരു കാലഘട്ടം കാണിച്ചിട്ടുള്ള ജാഫർ ജാക്സൺ വരെയുള്ള എല്ലാ പെർഫോമേഴ്സും ഗംഭീര പരിപാടിയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഗംഭീര പെർഫോമേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഇടിവെട്ട് സാധനങ്ങളും ഉണ്ട്. നമുക്കങ്ങ് ഫീൽ ചെയ്യും ഇയാളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെ ആ ബോഡി ലാംഗ്വേജ്, ഡാൻസ്, എല്ലാത്തിലും ആ സംഭവം ഫീൽ ചെയ്യാനുണ്ട്. ജൂലിയാനോ ക്രൂ വാൽഡി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ വായിക്കുന്നതിലൊക്കെ ചിലപ്പോൾ പിശകുകൾ ഉണ്ടാവുമായിരിക്കും. യങ് മൈക്കിൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ജാഫർ ജാക്സൺ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുഞ്ഞായിട്ടുള്ള മൈക്കിൾ എന്ന് പറയുന്നത് അതൊരു പ്രതിഭയാണ്, അഭിനയ പ്രതിഭയാണ് എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയേണ്ടത് കോൾമാൻ
ഡൊമിംഗോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ ജോസഫ് ജാക്സൺ, മൈക്കൽ ജാക്സൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ശരിക്കും പുള്ളിയുടെ സിനിമയായിട്ട് ഇത് കാണിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് വേറെ റേഞ്ചിൽ പോയേനെ. ആ റേഞ്ചിൽ പെർഫോം ചെയ്യുന്നൊരു മനുഷ്യൻ, അയാളുടെ നോട്ടം, നിപ്പ് എന്ന് വെച്ചാൽ അങ്ങേരുടെ മുഖത്ത് ഈ വാശിയുണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ഒരാളുടെ വാശിയുണ്ട്. അത് കഴിഞ്ഞൊരു ധാർഷ്ട്യമുണ്ട്, എല്ലാം കൈവിട്ട് പോകുന്നവൻ്റെ ഒരു ദേഷ്യമുണ്ട്. ഇതെല്ലാം വന്ന് മിന്നി മറയാണെന്നേ. ഒരു ആക്ടറെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോകാമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു പെർഫോമൻസ് ആ മനുഷ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് പുള്ളി ഒരു ഡീലൊക്കെ സംസാരിക്കുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പം ഇയാൾ മകനെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുകയാണ് ഒരു സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവനിലെ കഴിവിനെ, ആ പ്രതിഭയെ അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ആ അച്ഛൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ല. ഈ സിനിമയിലെ സ്റ്റാർ പെർഫോമർ പുള്ളിയാണെന്ന് ഞാൻ പറയും. പിന്നെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നിയ ലോങ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരിയും ഇഡിയോട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ്, ഒന്ന് മൈൽസ് ടെല്ലറാണ്, ജോൺ ബ്രാങ്ക എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ലോയറിൻ്റെ കഥാപാത്രം ചെയ്തിട്ടുള്ള ആൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മൈക്കൽ ജാക്സൻ്റെ ബോഡി ഗാർഡായിട്ട് വരുന്ന ബില്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് കെയ്ലിൻ ഡ്യൂറൽ ജോൺസ് എന്ന് പറയുന്ന ആളാണ്. ഗംഭീരമായിരുന്നു എന്ന് വെച്ചാൽ പെർഫോമൻസ് വൈസ് അടിപൊളി പടം. പിന്നെ ഇതിൻ്റെ വിഷ്വൽ സൈഡാണ് പറയാനുള്ളത്. എല്ലാം ഗംഭീരം. അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കളർ ഗ്രേഡിങ്, കാലഘട്ടം, VFX എന്ന് വെച്ചാൽ സ്റ്റേജൊക്കെ കാണിക്കുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ വേൾഡ് ടൂറിൻ്റെ എല്ലാം ഒന്നുമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിൽ വേൾഡ് ടൂർ മാത്രം കാണിച്ച് അങ്ങ് തീർത്തു. ആ സമയത്ത് വേറെ എന്തൊക്കെ കാണിക്കാമായിരുന്നു നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ ഈവൻറ്റ്സ് വേണമായിരുന്നു എന്ന് തോന്നുന്നു. ഈവൻറ്റ്സ് ഇല്ല, യഥാർത്ഥ പ്രശ്നം അതാണ്, ഈവൻറ്റ്സ് ഇല്ല. പക്ഷേ സ്റ്റേജ് ഈവൻറ്റ് പരിപാടികളൊക്കെ അവർ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രാൻഡായിട്ടെന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വിഷ്വലി അടിപൊളിയാണ് പടം. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. മ്യൂസിക് സൈഡിലും സിനിമ വൻ പൊളിയാണ്. മൈക്കിൾ ജാക്സൻ്റെ ട്രാക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെയുള്ള ട്രാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ സ്കോർ ചെയ്തിട്ടുള്ളത് ലിയോ റോസ്നറാണ്. ഗംഭീര പരിപാടിയാണ്. ഇതിൽ വന്നു പോകുന്ന മൈക്കിൾ ജാക്സൻ്റെ ഉൾപ്പെടെയുള്ള ആ ട്രാക്കുകളും ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു എന്താ അതിന് പറയാം, അതിന് ഉപയോഗിക്കേണ്ട വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഋതമുണ്ട് സിനിമയുടെ ആ ഒരു പരിപാടി, അത് ഗംഭീരമായിട്ട് പിടിച്ചു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പടം തുടങ്ങി ടിൽ ദി എൻഡ് നമ്മൾ അതിൻ്റെ അകത്തിരിക്കും. പക്ഷേ ഇത് കർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിരാശയായിപ്പോയത്. അതിൻ്റെ കൂടെ ഈ ടൂസൊക്കെ അവർ കാണിച്ചിരിക്കുന്നത് പറയുമ്പോൾ സൗണ്ടിങ് ഉണ്ടല്ലോ, അതായത് മൈക്കിൾ ജാക്സൺ സ്റ്റേജിൽ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണണേന്നുള്ള ആ വിഷ്വൽ സാധനവും അതിൻ്റെ സൗണ്ട് മിക്സും എല്ലാം കൂടി വന്നപ്പോഴേ, ഞാൻ തിരുവനന്തപുരത്ത് ഐമാക്സിലാണ് സിനിമ കാണാൻ പോയത്. ദി ബെസ്റ്റ് ഐമാക്സ് എന്നുള്ള അഭിപ്രായമൊന്നും അതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഫീൽ ചെയ്തു. ഇതിൻ്റെ ടോട്ടൽ പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് തോന്നി. പടം തുടങ്ങി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ സിനിമയുടെ ഉള്ളിലേക്ക് പോകും. എന്നുവെച്ചാൽ തുടക്കത്തിൽ കുറച്ചൊരു സൈലൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഈ തിയേറ്ററിൽ ഫോൺ ഉപയോഗിക്കുന്ന ശല്യക്കാരായിട്ടുള്ള ആളുകളില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീക്വൻസ് തൊട്ടേ നിങ്ങൾ സിനിമയിൽ ഇന്നാവും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ. ഫസ്റ്റ് ഹാഫൊക്കെ വേറെ ലെവൽ ഒരു ഫീലായിരുന്നു. ഇത് വേറെ ഏതോ റേഞ്ചിലേക്ക് ഈ പടം മാറാൻ പോകുകയെന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഈ മകൻ്റെ അച്ഛൻ പരിപാടിയിലായിട്ട് അതങ്ങനെ സ്റ്റക്കായിപ്പോയി. അത് കഴിഞ്ഞ് ഈ വേൾഡ് ടൂറിനിടയ്ക്കുള്ള 1-2 ട്രാക്കുകളൊക്കെ ആയിട്ട് ആ ട്രാക്ക് കാണിക്കില്ല, അല്ലെങ്കിൽ ആ സ്റ്റേജ് ഇവൻ്റ് കാണിക്കൽ മാത്രമായിപ്പോയി എന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടി. പിന്നെ മൈക്കിൾ കണ്ടിന്യൂസ് എന്നുള്ളതാണ് അവരും പറയുന്നത്. പക്ഷേ അത് ആദ്യം പറയായിരുന്നു. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കണ്ടത്രയും നല്ല സിനിമയാണ്. കഥാപരമായിട്ട് ഇത്രയും ഉള്ളായിരുന്നു ഈ സിനിമ എന്ന് തോന്നിപ്പോയതിൻ്റെ ഒരു സങ്കടമാണ്, അതിൻ്റെ ഒരു നിരാശയാണ് എനിക്ക്. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്കതൊരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.